ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കണം നമ്മുടെ ചാനലിൽ കൂടി ആദ്യമായിട്ടായിരിക്കും ഒരു സിട്രോൺ വാഹനം എത്തുന്നത്. സിട്രോണിൻ്റെ C3 ആണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോകുന്നത്. C3യുടെ ഈ ഒരു വാഹനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇയറാണ് ഹൈലൈറ്റ്. 2023 രജിസ്റ്റേർഡ് വണ്ടി, 22 മോഡൽ. അപ്പോൾ ഈ ഒരു വാഹനം നോക്കുകയാണെങ്കിൽ സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടിയാണ്. പിന്നെ കിലോമീറ്റേഴ്സ് വെറും 29,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ സിട്രോണിനെ കുറിച്ച് അറിയാവുന്നവർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും. ഇതിൻ്റെ മറ്റേ ഫ്ലൈയിങ് കാർപ്പറ്റ് അങ്ങനത്തെ രീതിയിലാണ് ഇതിൻ്റെ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഓടിക്കുമ്പോൾ അത്രയും ആ ഒരു ഫീല് അല്ലെങ്കിൽ അത്രയും ജർക്കിങ് കുറവ്, ആ ഒരു കംഫർട്ട്നെസ്, ഇതൊക്കെ ശരിക്കും C5ലാണ് കൂടുതൽ എഫക്റ്റീവായിട്ട് വരുന്നത്. പക്ഷേ C3-നകത്തും അതും യാതൊരു പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. അത്ര നമുക്ക് കംഫർട്ടിൽ ഓടിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഈ വാഹനം ഓടിക്കാനൊക്കെ സ്റ്റിയറിങ്ങൊക്കെ നല്ല നമ്മൾ ഹ്യുണ്ടായുടെ വാഹനങ്ങളൊക്കെ ഓടിക്കുന്ന ആ ഒരു ഈസിനെസ് ഉണ്ടല്ലോ, ആ സംഭവങ്ങളൊക്കെ നമുക്ക് ഈ വാഹനത്തിനകത്ത് കിട്ടുകയും ചെയ്യും. പിന്നെ ചെറിയൊരു വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ടൗണിൽ കൂടി സുഖമായിട്ട് എടുത്തൊക്കെ യാത്ര ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും നല്ല കലക്കൻ വണ്ടിയാണ് ഈ ഒരു C3. അപ്പോൾ സിട്രോൺ ഫാൻസ് ആണെങ്കിൽ ധൈര്യമായിട്ട് ഈ വാഹനം എടുക്കാം. ഇനി നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി പെട്രോളാണ്, ഞാൻ പറയേണ്ട ആവശ്യമില്ല. പിന്നെ 29,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണറാണ്. പിന്നെ അത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഫീച്ചേഴ്സ് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് വായിച്ച് പോകണമെങ്കിൽ തന്നെ അതിനകത്ത് EBD, അതുപോലെ സ്റ്റെബിലിറ്റി കൺട്രോൾ, എയർ ബാഗ്സ്, AC, വിത്ത് ഹീറ്റർ അഡ്ജസ്റ്റബിൾ സ്റ്റിയറിംഗ്, അതേപോലെ തന്നെ നമുക്ക് മിറേഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ്, ആ സംഭവങ്ങളെല്ലാം നമുക്ക് ഈ വാഹനത്തിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വാഹനം നമുക്ക് ഫുള്ള് കണ്ടേക്കാം. അതിനുശേഷം നമുക്ക് ഈ വാഹനത്തിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ പോർഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ സിട്രോൺ വാഹനമാണ്. ഒരുപാട് ആൾക്കാരുടെ ഇഷ്ടവാഹനമാണ് സിട്രോൺ. കാരണം നമുക്കറിയാം വണ്ടി പെർഫോമൻസാണ് വണ്ടി. അതേപോലെ തന്നെ ചെറിയൊരു ബഡ്ജറ്റ് നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. ചെറിയ ബഡ്ജറ്റ് എന്ന് ഉദ്ദേശിച്ചത് ഈ ഒരു കാറ്റഗറിക്കകത്ത് നമുക്ക് ഈ ഒരു വാഹനം ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്ക് സ്വന്തമാക്കാം. കാരണം ഇത് 23 രജിസ്ട്രേഷൻ വന്നിരിക്കുന്ന വണ്ടിയാണ്. പിന്നെ സിംഗിൾ ഓണറാണ്. ജസ്റ്റ് 29,000 കിലോമീറ്റേഴ്സ് മാത്രമാണ് ഈ വണ്ടി ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ. പിന്നെ സിട്രോൺ വാഹനങ്ങളുടെ പ്രത്യേകത അതിൻ്റെ കംഫർട്ട്നെസ്സാണ് ഈ വണ്ടിയുടെ മെയിനായിട്ടുള്ള ഹൈലൈറ്റ്. നമുക്ക് സസ്പെൻഷനൊക്കെ എടുത്ത് പറയേണ്ട സംഭവങ്ങളാണ്. പിന്നെ ഫ്രണ്ട് പോർഷനിലേക്ക് വരുമ്പോൾ ആ ഗാംഭീര്യമായിട്ടുള്ള ലുക്ക് കണ്ടോ. C5 ഒക്കെ ആണെങ്കിൽ ഒന്നും പറയാനില്ല, ഇത് C3 ആണ്. പക്ഷേ അതിൻ്റെ ലുക്ക് വേറെ റേഞ്ച് തന്നെയാണ്. ഇതാണ് ആദ്യം ടോപ്പ് വ്യൂ വരുന്നത് കണ്ടോ. ഇതാണ് ടോപ്പ് വ്യൂ വരുന്നത്. നമുക്ക് ഇതിൻ്റെ വീലാർസിലേക്കും എയർ കണ്ടീഷനിലേക്ക് നോക്കാം. വീലാർസ് നോക്കാം. നല്ല ക്വാളിറ്റി നിൽക്കുന്ന വീലാർസ് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സ് നിൽക്കുന്നുണ്ട്. വീൽ കപ്പും കാര്യങ്ങളൊക്കെ നോക്കാം. അതേപോലെ നമുക്കിനി ഗ്ലാസ്സിലേക്ക് വരാം. ഗ്ലാസ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഗ്ലാസ്സും കൂടെ കാണാൻ പറ്റും കണ്ടോ. അതേപോലെ ഫ്രണ്ടിൽ ലിഡ് നോക്കാം. ലിഡ് നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. ഇതിൻ്റെ ലാമ്പ് സിട്രോൺ വാഹനങ്ങളുടെ പ്രത്യേകത തന്നെയാണ്. നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലാമ്പ് കിട്ടുന്നുണ്ട്. DRLs വരുന്നുണ്ട്. ഗ്രില്ല് നോക്കാം കണ്ടോ. അതേപോലെ നമുക്ക് ലെഫ്റ്റ് സൈഡിലെ ലാമ്പായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ഫോഗ് ലാമ്പ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടുത്തെ വീലാർസിലേക്ക് പോകാം. ഈ വീലാർസും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന വീലാർസും കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അതേപോലെ നമുക്കിനി 2 ഡോറിലേക്കും വരാം. 2 ഡോറായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഡോർസും കൂടെ കിട്ടുന്നുണ്ട്. അതേപോലെ ഗ്ലാസ്സൊക്കെ നീറ്റായിട്ട് ഇരിക്കുന്നു. റൂഫ് നോക്കാം. റൂഫ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ലാമ്പിലേക്ക് വരാം. ഈ ലാമ്പ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലാമ്പാണ്. നല്ല ഫിനിഷിംഗ് കൂടി വന്നിരിക്കുന്ന ലാമ്പുണ്ടോ കണ്ടോ. ഉള്ളിൽ നമുക്ക് സിട്രോണിൻ്റെ ബാഡ്ജിങ് സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ബാക്കിലേക്ക് വരാം. ഇവിടെ ലിഡിലേക്ക് പോയേക്കാം. ഈ ലിഡായാലും നീറ്റായിട്ട് ഇങ്ങനെ ലിഡ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഗ്ലാസ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നുണ്ട്. C3യുടെ ബാഡ്ജിങ് നമുക്ക് കിട്ടുന്നുണ്ട്. സിട്രോണിൻ്റെ ആ ഒരു ബാഡ്ജിങ് നമുക്കിവിടെ കാണാൻ പറ്റും. ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സും നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. ഇവിടുത്തെ വീലാർസിലേക്ക് പോകാം. ഈ വീലാർസ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന വീലാർസും കൂടെ കാണാൻ പറ്റും. ഇപ്പോൾ ടയേഴ്സ് വെക്കുന്നുണ്ട്. വീൽ കപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. 2 ഡോറിലേക്കും വരാം. 2 ഡോറും ഇവിടെ നീറ്റായിട്ടിരിക്കുന്ന ഡോർസും നമുക്ക് കിട്ടും. നമുക്ക് ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സിന് പരിചയപ്പെടാം. ഡോർ പാഡ്സൊക്കെ നോക്കാം. അതേപോലെ ഇൻറ്റീരിയർ പോർഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ സീറ്റ്സൊക്കെ നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ്, നമ്മൾ ഫ്രഷ് സീറ്റ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതേപോലെ നമുക്കിനി ഡാഷ്ബോർഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. ഡാഷ്ബോർഡൊക്കെ നീറ്റായിട്ട് ഇരിക്കുന്നു. വലിയൊരു ഡിസ്പ്ലേ നമുക്ക് വരുന്നുണ്ട്. ഇവിടെ സ്റ്റിയറിംഗ് കൺട്രോൾസൊക്കെ നോക്കാം. മാനുവലാണ് ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ നമുക്കിനി സീറ്റ്സ് നോക്കാം. സീറ്റ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. റിയറിലെ സീറ്റ്സ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. കുറച്ച് പൊടി അഴുക്കൊക്കെ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. കാരണം വണ്ടി ഇപ്പം നിലവിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ ഫ്രഷ് ആയിട്ട് നിങ്ങൾ ഫ്രണ്ടിലേക്ക് വീഡിയോ എത്തിക്കുകയാണ്. അപ്പോൾ ചെറിയ രീതിയിൽ ഇവിടെ കാർപ്പറ്റിൽ പൊടിയും പേപ്പറും കാര്യങ്ങളൊക്കെ കാണാം. പക്ഷേ വണ്ടി നല്ല പക്ക ക്വാളിറ്റിയാണ് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് ഡോറിന് ഓപ്പൺ ചെയ്യാം. ഇവിടെ നോക്കുമ്പോൾ ഇവിടെയും നമുക്ക് ഡോർ പാഡ്സൊക്കെ നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു. അതേപോലെ സീറ്റ്സ് നോക്കാം. സീറ്റ്സ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ മൊത്തത്തിലെ വ്യൂ നോക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്കായിരുന്നു സിട്രോണിൻ്റെ ഇൻറ്റീരിയർ പോർഷൻ കാണിക്കാനുള്ളത്. നമുക്ക് പയ്യെ ഇതിൻ്റെ ബോണറ്റ് നപ്പിയാം. എന്നിട്ട് എന്താണ് എൻജിൻ്റെ അവസ്ഥ നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു എൻജിൻ റൂം. ഞാൻ പറഞ്ഞ പോലെ തന്നെ കോമ്പാക്റ്റ് എൻജിനാണ്, പെട്രോളാണ്. അപ്പോൾ കാണാം, കുറച്ച് പൊടി അഴുക്കൊക്കെ കാണാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ തന്നെ വണ്ടി ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ രീതിയിലുള്ള ചെറിയ ക്ലീനിങ് കുറവൊക്കെ കാണാൻ പറ്റും. എഡ്ജസൊക്കെ നോക്കാം. എഡ്ജസ് നല്ല നീറ്റായിട്ടിരിക്കുന്ന എഡ്ജസ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അതേപോലെ നമുക്ക് ഇവിടെയും എഡ്ജസൊക്കെ നോക്കാം. നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു.
ലിഡിലേക്ക് പോയേക്കാം. ലിഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു ലിഡ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ എഞ്ചിൻ റൂമിൽ നിന്ന് കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി വാഹനത്തിൻ്റെ ബൂട്ടിലേക്ക് പോയേക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. ഇവിടെ പാസറ്റൊക്കെ നീറ്റായിട്ടിരിക്കുന്നു. കുഴപ്പമില്ലാത്ത ബൂട്ട് വരുന്നുണ്ടോ. നമ്മൾ വേറെ വാഗണാറൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ എഡ്ജസ്റ്റിലേക്ക് ഒന്ന് പോയേക്കാം. എഡ്ജസ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു എഡ്ജസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ലിഡിലേക്ക് പോയേക്കാം. ലിഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു ലിഡ് നമുക്ക് ഈ വാഹനം തരുന്നുണ്ട്. കേട്ടോ, നമുക്ക് ടയേഴ്സിലേക്ക് പോകാം. ടയേഴ്സിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. പ്ലാറ്റ്ഫോം ഒന്ന് അപ്പ് ചെയ്യട്ടെ. പ്ലാറ്റ്ഫോം നല്ല ടൈറ്റാണ്, എനിക്ക് അപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ നേരിട്ട് വേണമെങ്കിൽ നമുക്ക് ടയേഴ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇൻറ്റീരിയേഴ്സിൻ്റെ വിശേഷങ്ങൾ. നമുക്ക് വാഹനത്തിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ തന്നെ സിട്രോൺ C3 ആണ്. നല്ല നീറ്റായിട്ട് ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണറാണ്. 29,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2023 രജിസ്ട്രേഷൻ വന്ന വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിനെ കുറിച്ച് ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റ് പറയണ്ട. റേറ്റ് പറഞ്ഞേക്കാൻ മുമ്പ് തന്നെ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്തൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഈ ഒരു സിട്രോണിൻ്റെ ആസ്കിങ് പ്രൈസിലേക്ക് കടക്കാം. ഇതിൻ്റെ ആസ്കിങ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും 6,98,000 രൂപയാണ്. 6.98 lakhs. അതിനകത്ത് ഓൾമോസ്റ്റ് 6 lakhs അറൗണ്ട് നമുക്ക് ലോണും കിട്ടും. 6 lakh നമുക്ക് ലോൺ എന്തായാലും ഇടാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ പ്രൊഫൈലൊക്കെ നോക്കി നമുക്ക് ലോൺ ഇടാൻ പറ്റും. അപ്പോൾ പുതിയ വാഹനം എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് ഈ ഒരു വാഹനം ഒന്ന് ചെക്ക് ചെയ്തേക്കാം, എന്നിട്ട് എടുത്താൽ മതി. കാരണം നല്ല നീറ്റായിട്ട് ഉപയോഗിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഫോളോ ചെയ്യാൻ മറക്കണ്ട. കൗണ്ടിങ് കാർസ് മലയാളം.